എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായി അതിക്കെ വാഴുന്നു. ഇരംഭ എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഈ സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. 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 ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം മുതൽ, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന് വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ട് പോന്നു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ട് പോന്നു. മോശ ഭയപ്പാടകന്നവനായി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തു. മോശ ഭയമില്ലാത്തവനായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു. മോശ ഭയമുള്ളവനായിരുന്നു. മോശ എന്നും പേടിച്ച് തളർന്ന് വിവശതയോടെ കഴിഞ്ഞവനായിരുന്നു. എന്നാൽ മോശ ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ചു. അപ്പോൾ മോശയുടെ ഭയപ്പാടുകൾ അകന്നു. മോശയുടെ ഭയം മാറി. മോശയുടെ ജീവിതം തിരുവചനത്തിൽ അതിമനോഹരമായി ചിത്രീകരിക്കപ്പെട്ട ഒരു ജീവിതമാണ്. മോശയുടെ ജീവിതം അനേകമനേകം ജീവിതങ്ങളെ സ്വാധീനം ചെയ്ത മഹത്തായൊരു ജീവിതമാണ്. മോശ ജീവനുള്ള ദൈവം എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തൻ എന്ന് അരുളി ചെയ്യുവാൻ തക്കവണ്ണം വിശ്വസ്ത പുരുഷനായി നിന്ന ദൈവദാസനാണ്.
ഏറ്റവും സൗമ്യനായിരുന്നു മോശ, ഏറ്റവും വിശ്വസ്തനായിരുന്നു മോശ. ദൈവം നോഹയെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഈ തലമുറയിലെ നീതിമാൻ എന്ന് പറയുന്നുണ്ട്. ദൈവം അബ്രഹാമിനെക്കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിൻ്റെ സ്നേഹിതനെന്ന് പറയുന്നുണ്ട്. ദൈവം മോശയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തൻ, ഏറ്റവും സൗമ്യനായ പുരുഷൻ എന്ന് ദൈവം പറയുന്നുണ്ട്. മോശ ദൈവത്തിൻ്റെ വിശ്വസ്ത പുരുഷനായി ജീവിച്ചു. ദൈവം ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദൈവത്തിന് ബോധിച്ച മനുഷ്യൻ എന്ന് പറയുന്നുണ്ട്. ദൈവം ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപുരുഷൻ എന്ന് പറയുന്നുണ്ട്. മോശയാകട്ടെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്ത പുരുഷനായിരുന്നു. മോശയുടെ ജീവിതം 120 വർഷം ഈ ഭൂമിയിൽ ആയുസ്സോടെ ചെലവഴിച്ച ഒരു ജീവിതമായിരുന്നു. ആ 120 വർഷത്തെ 40 വർഷം വീതമുള്ള 3 ഭാഗങ്ങളായി തിരിക്കുന്നത്, 3 ഘട്ടങ്ങളായി തിരിക്കുന്നത് മോശയെക്കുറിച്ച് പഠിക്കുന്നതിനും തിരുവചനം അഭ്യസിക്കുന്നതിനും സഹായകമാണ്. മോശയുടെ ജീവിതത്തിലെ ആദ്യത്തെ 40 വർഷം അത് മിസ്രയീമിൽ കഴിഞ്ഞ കാലങ്ങളാണ്. മോശയുടെ ജീവിതത്തിൻ്റെ 40-ാമത്തെ വയസ്സ് മുതൽ 80-ാമത്തെ വയസ്സ് വരെയുള്ള കാലം സ്വന്തം നാട് വിട്ട് വീട് വിട്ട് അന്യദേശത്ത് മിദ്യാനിൽ തൻ്റെ അമ്മായപ്പനായ യിത്രോയുടെ ഭവനത്തിൽ കഴിയുന്ന കാലമാണ്. മോശയുടെ ജീവിതത്തിലെ ഒടുവിലത്തെ 40 വർഷം 80-ാമത്തെ വയസ്സ് മുതൽ 120-ാമത്തെ വയസ്സ് വരെ മോശ തിരികെ മിസ്രയീമിലെത്തുകയും നിത്യനായ ദൈവത്തിൻ്റെ മഹോന്നതമായ സ്വർഗീയ കാര്യപരിപാടിയിൽ വളരെ സുശക്തമായ നിലയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിയായി നിൽക്കുകയും ചെയ്ത കാലമാണ്. ആദ്യത്തെ 40 വർഷം ദൈവം മോശയ്ക്ക് വേണ്ടി കരുതിയ കാലങ്ങളാണ്. രണ്ടാമത്തെ 40 വർഷം മോശയ്ക്ക് വേണ്ടി കരുതിയ കാലങ്ങളാണ്. ഒടുവിലത്തെ 40 വർഷം മോശ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട കാലങ്ങളാണ്. ആദ്യത്തെ 40 വർഷം ദൈവം മോശയെ കരുതി, മോശയ്ക്ക് വേണ്ടി എല്ലാം ദൈവം കരുതുകയും എല്ലാം ഒരുക്കുകയും ചെയ്തു. 40-ാമത്തെ വയസ്സിൽ 80-ാമത്തെ വയസ്സ് വരെയുള്ള മിദ്യാനിൽ പാർത്ത കാലം മോശ തനിക്ക് തന്നെ വേണ്ടി കരുതി. എന്നാൽ ഒടുവിലത്തെ കാലം ദൈവം മോശയ്ക്ക് വേണ്ടി കരുതി സത്യം, പക്ഷേ മോശ ദൈവത്തെ ഉപയോഗിച്ച കാലമാണ്. ദൈവത്തെ ഉപയോഗിക്കുന്നൊരു കാലം. ഭയപ്പാടുകളെല്ലാം മാറി, ഭീതിയെല്ലാം അകന്നു. ഭയം മാറുമ്പോഴാണ് നാം ദൈവത്തെ ഉപയോഗിക്കുന്നത്. നാം എല്ലാം പ്രാർത്ഥിക്കും, കർത്താവേ നീ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, എന്നിലൊന്ന് മനസ്സലിയണമേ, എന്നെ നീ ഒന്ന് അനുഗ്രഹിക്കണമേ, എന്നെ നിൻ്റെ കരങ്ങളിലൊന്ന് എടുക്കണമേ, എൻ്റെ ജീവിതത്തിൽ നീ അത്ഭുതം പ്രവർത്തിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. എന്നാൽ ഉയർന്ന ഒരു തലമാണ് ഞാൻ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല, ഞാൻ ദൈവത്തെ ഉപയോഗിക്കാൻ തുടങ്ങുക എന്നുള്ളത്. ദൈവത്തെ ഉപയോഗിക്കുക. വളരെ ശക്തമായി ദൈവത്തിൻ്റെ തിരുവചനം അറിയിക്കുകയും പ്രഖ്യാപിക്കുകയും അനേകം വിസ്തൃത ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത മെർലിൻ കർദേഴ്സ് എന്ന് പറയുന്ന ഭക്തനായ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിസൺ ടു പ്രൈസ്, തടവറയിൽ നിന്ന് പുകഴ്ചയിലേക്കെന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന പ്രിസൺ ടു പ്രൈസ് ഈ കാലയളവിലെ ബെസ്റ്റ് സെല്ലറാണ്. ഏറ്റവും കൂടുതൽ പ്രതികൾ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം. വളരെ സുപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്, നാം വായിക്കേണ്ട പുസ്തകമാണ്. ഈ പ്രിസൺ ടു പ്രൈസ് എന്ന് പറയുന്ന പുസ്തകത്തിലൊരു ഭാഗത്ത് മെർലിൻ കർദേഴ്സ് പ്രാർത്ഥിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭക്തനായ ആത്മീകനായ ദൈവദാസൻ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ ആനന്ദിച്ച് ലയിച്ച് ദൈവകരങ്ങളിലേക്ക് ജീവിതം ഫലമേൽപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഴങ്കാലുകളുടെ ഇടയിലേക്ക് തല തിരികി, ഹൃദയം നൊന്ത് വിങ്ങി ദൈവത്തോട് അഭയയാചന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കർത്താവേ നീ എന്നെ ഉപയോഗിക്കണമേ, ലോർഡ് യൂസ് മീ. ദൈവമേ നീ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ. ഇങ്ങനെ അദ്ദേഹം
വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കാം ഒരു മൃദുസ്വരം, ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് യു, നിന്നെ ഞാൻ ഉപയോഗിക്കുകയില്ല. ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് യു, നിന്നെ ഞാൻ ഉപയോഗിക്കുകയില്ല. എന്താണാവോ ദൈവം തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞത്? ദൈവമേ എന്നെ നീ ഉപയോഗിക്കണമേ എന്നാണ് മെർലിൻ ബ്രദേഴ്സ് പ്രാർത്ഥിച്ചത്. നിന്നെ ഞാൻ ഉപയോഗിക്കില്ലെന്നാണ് ദൈവം പറയുന്നത്. ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് യു. വീണ്ടും തെല്ല് കഴിഞ്ഞ് വീണ്ടും ഒരു ശബ്ദം കേൾക്കാം, ഐ വാണ്ട് യു ടു യൂസ് മീ. നീ എന്നെ ഉപയോഗിക്കുന്നതിനാകാൻ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് യു, ഐ വാണ്ട് യു ടു യൂസ് മീ. നീ എന്നെ ഉപയോഗിക്കുന്നതിനാകാൻ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ ഉപയോഗിക്കുന്നവരായി തീരണം. മോശ ദൈവത്തെ ഉപയോഗിച്ച കാലയളവാണ് മോശയുടെ ജീവിതത്തിലെ ഏറ്റവും ശോഭനമായ കാലഘട്ടം. 80-ാമത്തെ വയസ്സ് മുതൽ 120-ാമത്തെ വയസ്സ് വരെ മോശ ദൈവത്തെ ഉപയോഗിച്ചു. നാം ദൈവത്തെ ഉപയോഗിക്കണം. നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം, നമുക്ക് ദൈവത്തെ പ്രയോജനപ്പെടുത്താൻ തക്കവണ്ണം ദൈവം നമുക്ക് സമീപസ്ഥനായിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനായിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിനായിട്ടുണ്ട്. നമ്മുടെ കരം പിടിക്കുന്നതിനായി ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം പറയും, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നമുക്ക് ആലോചന പറഞ്ഞു തരുന്നൊരു ദൈവമുണ്ട്. നടക്കേണ്ടുന്ന പാത നമുക്ക് കാണിച്ചു തരുന്നൊരു ദൈവമുണ്ട്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പാടിയതാണ്. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ശബ്ദം ഇപ്രകാരം അരുളി ചെയ്തു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുന്നുവെങ്കിൽ വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവീനെന്ന് ഒരു വാക്ക് പിറയിൽ നിന്ന് കേൾക്കും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവീനെന്ന് ഒരു വാക്ക് പിറയിൽ നിന്ന് കേൾക്കും. ദൈവത്തിൻ്റെ കരം പിടിച്ച് നടത്തുന്ന ദൈവീക നടത്തിപ്പ്, ദ ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ്. ദൈവം നമ്മെ ആലോചന പറഞ്ഞ് നടത്തും. ഓരോ സ്റ്റെപ്പും വയ്ക്കുവാൻ ദൈവം നമ്മെ നടത്തും. ഓരോ ചുവടും വെച്ച് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. അതാണ് ദൈവത്തെ നാം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. നമ്മെ ദൈവം ഉപയോഗിക്കുകയല്ല, നാം ദൈവത്തെ ഉപയോഗിക്കുക. 80-ാമത്തെ വയസ്സ് മുതൽ 120-ാമത്തെ വയസ്സ് വരെ മോശ ദൈവത്തെ ഉപയോഗിച്ചു. ശോഭനമായ കാലം. അതിന് കാരണം എന്താണ്? മോശയിൽ നിന്ന് ഭയം മാറി, പേടി മാറി, മോശയുടെ ഭീതി മാറി, മോശയുടെ ആശങ്കകൾ മാറി. പ്രിയപ്പെട്ടവരെ, ഭയം നിങ്ങൾക്ക് മാറണമോ? ഭയത്തിൻ്റെ ഭീകര വ്യാപാരത്തിൻ്റെ കഠോരമായ പിടിയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടണമോ? നിങ്ങളുടെ ഉള്ളിലെ ആശങ്കകൾ മാറണമോ? നിങ്ങളുടെ ഭീതി വിഷയങ്ങൾ മാറിക്കിട്ടണമോ? നിങ്ങളെ അലട്ടുന്നതായ പല പല ഭയവിഹ്വലമായ ചിന്തകൾ നിങ്ങളിൽ നിന്ന് മാറി നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കണമോ? അതിനുള്ള പോംവഴി ദൈവം നമ്മെ ഉപയോഗിപ്പാൻ, നമ്മെ വിട്ടുകൊടുക്കുക, നാം ദൈവത്തെ ഉപയോഗിപ്പാൻ ഒരു പുതിയ സമീപനം നാം തുടങ്ങുക. സഹോദരങ്ങളെ, മോശ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ട് പോന്നു എന്നാണ് നമ്മൾ വായിച്ചത്. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു പോന്നു. മിസ്രയീം കൊട്ടാരത്തിൽ ഒരു രാജകുമാരനെ പോലെ വളർന്നു വരികയായിരുന്നു. മിസ്രയീം കൊട്ടാരത്തിൽ അടുത്ത കിരീടാവകാശിയായി വളർന്നു വരികയായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ആ ശ്രേഷ്ഠമായ പദവിയിൽ മോശ വളർന്നു വരികയായിരുന്നു. പ്രാചീന ലോക സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായിരുന്നു പ്രാചീന ഈജിപ്ഷ്യൻ സംസ്കാരം, ഈജിപ്റ്റ്. ആ മിസ്രയീമിൽ മോശ കൊട്ടാരത്തിലെ അരുമകുമാരനായി വളർന്നു വരികയായിരുന്നു. രാജകുമാരനായി വളർന്നു വരുന്നു. രാജകൊട്ടാരത്തിലല്ല ജനിച്ചതൊരു കൊച്ചു വീട്ടിലാണ്, ഒരു കൊച്ചു ഭവനത്തിൽ, ഇസ്രായേൽക്കാരുടെ ഒരു വീട്ടിൽ. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ
പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ ആ ആരംഭകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മോശയുടെ ജീവിതത്തിൻ്റെ ആ പ്രാരംഭമായ കാലയളവ് 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ലേവി കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. 3 മാസം ഒളിച്ചു വെച്ചു. അതെന്താണ്? 3 മാസം ഈ കൊച്ചൊന്നും മിണ്ടാൻ സമ്മതിച്ചില്ല, കരയാൻ സമ്മതിച്ചില്ല. കരയുമ്പോൾ വേഗം അമ്മ വന്ന് വായു പൊത്തിപ്പിടിക്കും. കരച്ചിൽ പുറത്ത് കേൾക്കരുത്. ഒരു ശിശുവിൻ്റെ കരച്ചിൽ പുറത്ത് കേൾക്കരുത്. വേദപുസ്തകത്തിലില്ല. ചരിത്രം പറയുന്നത് കരയാൻ തുടങ്ങുമ്പോഴേക്കും വായു പൊത്തിപ്പിടിച്ചതുകൊണ്ട് ആ കൊച്ചു വിക്കനായി പോയി എന്നാണ്. മോശ വിക്കനായത് അതുകൊണ്ടാണ് പോലും. തെളിവൊന്നുമില്ല, തിരുവചനം അങ്ങനെ പറയുന്നില്ല. ഏതായാലും മോശ വിക്കനായി തീർന്നു. മോശ കരച്ചിൽ ഒതുക്കിയും കരയാൻ സമ്മതിക്കാതെയും ആ വീട്ടിൽ ഒളിച്ച് ഒരു ശിശു അവിടെ പിറന്നിട്ടുണ്ട് എന്നാരും അറിയാതെ ആ വീട്ടിൽ കഴിയുകയായിരുന്നു. കാരണം അന്നത്തെ ഫറവോ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു, ഇസ്രായേലിൽ ആൺകുഞ്ഞുങ്ങളായി ജനിക്കുന്നവരെയെല്ലാം കൊന്നുകളയണമെന്ന്. സൂതികർമ്മിണികൾ പ്രസവം എടുക്കാൻ ചെല്ലുമ്പോൾ ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൊല്ലണമെന്നുള്ളതായിരുന്നു കൽപ്പന. രാജകൽപ്പന ഭയപ്പെട്ട് സൂതികർമ്മിണികൾ അങ്ങനെ ചെയ്യുവാൻ ചിലരെങ്കിലും മുതിർന്നു. അനേകം കുഞ്ഞുങ്ങൾ അങ്ങനെ കൊല്ലപ്പെട്ടു. പക്ഷേ മോശയെ കൊല്ലുവാനിടയാകാതെ ദൈവം കാത്തു. 3 മാസം പുറത്തറിയിക്കാതെ ഒളിച്ചു വെച്ചു. ഭയത്തിൽ ആ കുഞ്ഞ് വളരുകയാണ്. ശിശുപ്രായം മുതൽ ഭയം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ആദ്യകാലം മുതൽ ഭയപ്പാടിൽ കഴിഞ്ഞവരാരെങ്കിലും ഉണ്ടോ? അപ്പൻ മരിച്ചുപോയി, അല്ലെങ്കിൽ അമ്മ മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ശിശുപ്രായം മുതലേ ഏറ്റവും സ്വന്തപ്പെട്ട സഹോദരങ്ങൾ ആരുമില്ല. ഏകാഗിയെപ്പോലെ അനാഥരെപ്പോലെ ജീവിച്ചു. ഏതോ ഒരു ഭയത്തിൻ്റെ ഒരു വേദനാകരമായ അനുഭവത്തിൽ, ആ ഒരു ബാധയിൽ വളർന്നു വന്നവരാരെങ്കിലും ഉണ്ടോ? അനേകരുണ്ട്. ഇന്നും ജീവിതത്തിലെന്നും ഭയപ്പാടുമായി വലയുന്നവരുണ്ട്. എന്തിനെയോ ചില ഭയം, ആരെയോ ഭയം. എന്തിനെയാണാവോ? എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാനില്ല. എന്തോ എനിക്കൊരു ഭയം, ഒരാധി, ഏതാണ്ടൊരു അങ്കലാപ്പ്. എന്നാണോ അറിയാൻ പാടില്ല. അങ്ങനെ പറയുന്നവരുണ്ട് അല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഭയത്തിൽ ജീവിതം വാടിപ്പോയവർ. ഒരു പ്രത്യേക കാരണം പറയാനുണ്ടാവില്ല. ഏതാണ്ടെല്ലാം ചില ഭയങ്ങൾ നിങ്ങളെ അലട്ടുന്നു. എന്തോ ചില ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ് ആൻഡ് ടെൻഷൻസ് ആൻഡ് സ്ട്രെസ് ആൻഡ് സ്ട്രൈഫ്. ജീവിതമാകെ സ്ട്രൈഫും സ്ട്രെസ്സും ടെൻഷനും കൺഫ്യൂഷനും. സ്നേഹിതരെ, ഭയപ്പാടിൽ അലയുന്ന ജീവിതം. എന്തോ ചില ആകുലങ്ങൾ, എന്തോ ചില വ്യാകുലങ്ങൾ, എന്തോ ചില കാര്യങ്ങളെ പേടിക്കുന്നു. ഇന്നതെന്ന് കൃത്യമായി പറയാനൊട്ടില്ല താനും. ശിശുപ്രായം മുതലേ മോശ ഭയപ്പാടിലാണ് വളർന്നത്. ഒന്ന് കരയാൻ അനുവാദമില്ല, ഒന്ന് കൈകാലിട്ട് അടിക്കാൻ അനുവാദമില്ല. പേടിച്ചാണ് കഴിയുന്നത്. രാജാവിൻ്റെ കോപം, രാജാവിൻ്റെ ഭടന്മാർ ഒന്ന് കൊല്ലുമോ എന്നുള്ള പേടി. മോശയുടെ അമ്മയ്ക്ക് പേടി, മോശയുടെ അപ്പന് പേടി, മോശയുടെ 3 വയസ്സ് പ്രായം കൂടുതലുള്ള അഹരോന് പേടി, മോശയുടെ 6 വയസ്സ് പ്രായം കൂടുതലുള്ള മിര്യാവിന് പേടി. ഈ കുഞ്ഞിനെ കൊല്ലുമോ? എത്ര നാൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം? 3 മാസം കഴിഞ്ഞപ്പോൾ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ വയ്യ എന്നായി. നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സ്തേഫാനോസിൻ്റെ പ്രസംഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം, 7-ാം അധ്യായം 20-ാം വാക്യം. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യ സുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോൻ്റെ മകൾ അവനെ എടുത്ത് തൻ്റെ മകനായി വളർത്തി. ഈ മോശയെടുത്ത് പുറത്തിട്ടു എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്. മോശയെ പുറത്തിട്ടു. എങ്ങനെയാണ് പുറത്തിട്ടത്? ഉപേക്ഷിച്ച് കളഞ്ഞു. ഏതായാലും ഫറവോൻ്റെ ഭടന്മാർ കൊല്ലും, എന്നാൽ ഇവനെ നദിയിൽ അങ്ങ് ഒഴുക്കിവിടാം, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലായി. നീലനദിയിൽ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നായ നീലനദിയിലെ പെരുവെള്ളത്തിൽ തിരമാലകളിങ്ങനെ നൃത്തം ചെയ്ത് ഒഴുകുന്ന നീലനദിയുടെ വിരിമാറിൽ കൂടി ഒരു ഞാങ്ങണപ്പെട്ടിയിൽ മോശയാക്കി അടച്ച് അങ്ങനെ ഒഴുക്കി വിട്ടു. പ്രിയപ്പെട്ടവരെ,
ഈ മോശയ്ക്ക് ഈ ഞാങ്ങണപ്പെട്ടിയിലുള്ള കുഞ്ഞിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, അപ്പൻ അറിഞ്ഞുകൂടാ, ഈ സഹോദരിയായ മിരിയാമിന് അറിഞ്ഞുകൂടാ, 3 വയസ്സ് പ്രായമുള്ള അഹരോനും അറിയാൻ പാടില്ല. 6 വയസ്സുള്ളൊരു പെങ്കൊച്ച് മിരിയാം, അവളാണ് സഹോദരി. ഈ 6 വയസ്സുകാരി മിരിയാം ഈ മോശക്കുഞ്ഞ് 3 മാസം പ്രായമുള്ള ശിശു പുഞ്ചിരിച്ചുകൊണ്ട് ഞാങ്ങണപ്പെട്ടിയിൽ മലർന്നു കിടക്കുമ്പോൾ അവൾ ആ പൂങ്കവളിൽ പിന്നെയും പിന്നെയും തെരുതെരെ ഉമ്മ വെച്ചു. അമ്മയും ഉമ്മ വെച്ചു, ചേട്ടൻ അഹരോനും ഉമ്മ വെച്ചു, അപ്പനും ആ കുഞ്ഞിൻ്റെ കവിളിൽ ചുംബിച്ചു. ഞാങ്ങണപ്പെട്ടിയുടെ മൂടി അടച്ചു. ഇനി ഈ കുഞ്ഞിനെ കാണുമോ, കിട്ടുമോ, ആർക്കറിയാം? സഹോദരങ്ങളെ, ആ ഞാങ്ങണപ്പെട്ടി കൊണ്ടുപോയി അവിടെ നീലനദിയിലെ പെരുവെള്ളത്തിലേക്ക് എടുത്തു വെച്ചു. ഞാങ്ങണി ആയതുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുകയാണ്. ആ ചിറ്റോളത്തിൽ കൂടി അങ്ങനെ ഒഴുകി ഒഴുകി ഞാങ്ങണപ്പെട്ടി താഴോട്ട് പോവുകയാണ്. തീരത്തുകൂടെ ഈ ഞാങ്ങണപ്പെട്ടി അത് എവിടെയാണ് ചെല്ലുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് ഒന്നും അറിയാൻ വയ്യാതെ മോശയുടെ പെങ്ങൾ 6 വയസ്സുകാരി മിരിയാം തീരത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇടയ്ക്ക് അവൾ ഓടും, കാരണം ഞാങ്ങണപ്പെട്ടി വേഗം ഓടുമ്പോൾ, വേഗം ഒഴുകുമ്പോൾ കൂടെ എത്താൻ, ഒപ്പം എത്താൻ അവൾ ഓടും. അത് മനോഹരമായൊരു കാഴ്ചയാണ്, ഭാവനയിൽ കണ്ടാൽ സുന്ദരമായൊരു കാഴ്ചയാണത്. പ്രിയപ്പെട്ടവരെ, ഉള്ളു വിങ്ങിക്കൊണ്ട്, കണ്ണീര് തുടച്ചുകൊണ്ട്, ഹൃദയം ഏങ്ങലടിച്ചുകൊണ്ട് ആ പാവപ്പെട്ട കുട്ടി മിരിയാം സഹോദരന്, ഈ ശിശുവിന് എന്തു ഭവിക്കുമെന്നോർത്ത് ഓടുകയാണ്. കുഞ്ഞോ ഇതൊന്നും അറിയുന്നില്ല, ശിശു എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ശിശുവിനെ ജനിക്കുമ്പോൾ തന്നെ കണ്ട കർത്താവ്, നിത്യനായ ദൈവം, ഞാങ്ങണപ്പെട്ടിയിൽ വയ്ക്കുമ്പോൾ കണ്ടുകൊണ്ടു നിന്ന കർത്താവ്, ഈ കുഞ്ഞിൻ്റെ 120 വയസ്സ് വരെയുള്ള ജീവിതം മുഴുവൻ മുൻ കാണുന്ന കർത്താവ്, ഈ ഒരു ശിശുവിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾ കാണുന്ന നിത്യനായ ദൈവം, എല്ലാം കണ്ടുകൊണ്ട് തെല്ലും ബന്ധപ്പാടില്ലാതെ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇന്ന് ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, ഏതെല്ലാം വിഷമസന്ധികളിലൂടെ നിങ്ങൾ നടന്നെത്തി, ഏതെല്ലാം കടമ്പകൾ നിങ്ങൾ കടന്നു വന്നു, ഏതെല്ലാം പ്രതിസന്ധികളെ നിങ്ങൾ അതിജീവിച്ചു, ജീവിതത്തിൽ ഏതേതെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ പോകുന്നത്, എന്തെന്ത് ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിച്ചു, ഏതേത് കഷ്ടപ്പാടുകളിലൂടെ നിങ്ങൾ അലഞ്ഞു വലഞ്ഞ് കടന്നു. ഓർക്കൂ, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, അവിടുന്നെല്ലാം കണ്ടുകൊണ്ടിരുന്നു. മകനെ, നിൻ്റെ ജീവിതം എങ്ങനെയെന്നും, നിൻ്റെ ഭാവി എന്ത് എന്നും, നീ എന്തായി തീരണമെന്നും, നിന്നെ എന്താക്കി തീർക്കാമെന്നും എല്ലാം കണ്ടുകൊണ്ടും ആശിച്ചുകൊണ്ടും പ്രതീക്ഷ പുലർത്തിക്കൊണ്ടും നിത്യനായ ദൈവം നിന്നെ കണ്ടുകൊണ്ടിരുന്നു. മകളെ, നിൻ്റെ ഭാവിയിൽ നിന്നിൽ എന്തെല്ലാം വൻകാര്യങ്ങൾ നിവർത്തിക്കാൻ സാധിക്കുമെന്നും, നിന്നെക്കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നും, നിന്നെക്കൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഏതേതെല്ലാം അത്ഭുത പ്രവൃത്തികൾ നിർവഹിക്കാൻ കഴിയുമെന്നും പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ദൈവം ആശ പുലർത്തിക്കൊണ്ട് നിന്നു. ദൈവജനമേ, ഈ നിത്യനായ ദൈവത്തിൻ്റെ കൺമുമ്പിൽ നിങ്ങളുടെ ജീവിതം ഭദ്രമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചുകൊള്ളൂ. കർത്താവേ, ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഭാവി, ഞാൻ അറിഞ്ഞില്ല എൻ്റെ ജീവിതം, എന്നാൽ എന്നെ അറിയുന്നവൻ, എന്നെ കണ്ടവൻ, എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, എന്നെ പോറ്റുന്നവൻ, എന്നെ പുലർത്തുന്നവൻ, എന്നെ ഈ ഭൂമിയിലേക്ക് കാലത്തിൻ്റെ ഒരു പൂർണ്ണതയിൽ കൊണ്ടുവന്നവൻ, ഇത്രയും കാലം എന്നെ പോറ്റി പുലർത്തിയവൻ, നിത്യനായ ദൈവമേ, ഇന്ന് ഞാനിതാ അവിടുത്തെ സ്നേഹത്തിൻ്റെ തിരുവൻപാകെ എന്നെ തന്നെ കാണിക്കയായി അർപ്പിക്കുന്നു. എൻ്റെ ജീവിതം ഞാനിതാ അർപ്പിക്കുന്നു. മോശയെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് 120 കൊല്ലം ഭൂമിയിൽ ജീവിപ്പിച്ച് വൻ കാര്യങ്ങൾ നിവർത്തിച്ച് തൻ്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കുവാൻ തിരുമനസ്സായ നിത്യനായ ദൈവമേ, എൻ്റെ ഈ നിസ്സാരമായ ആയുസ് നിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഞാനിതാ തരുന്നു. എനിക്ക് വേണ്ടി തകർന്ന കൈകളിലേക്ക് ഞാനിതാ വെച്ചു തരുന്നു. എനിക്ക് വേണ്ടി ക്രൂസിൽ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞാനിതാ വെച്ചു തരുന്നു. എൻ്റെ ദൈവമേ, എന്തെല്ലാം കഷ്ടപ്പാടുകൾ കൂടി ഞാൻ പോയി, എന്നാൽ എന്നെ നീ കണ്ടു, എന്നെ നീ കരുതി, എന്നെ നീ വാത്സല്യത്തോടെ പോറ്റി. ഇത്രയും കാലം നീ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി എന്നെ പുലർത്തി. അപകടങ്ങൾ വന്നു, നീ എന്നെ കാത്തു. അത്യാഹിതങ്ങൾ വന്നു, നീ എന്നെ സംരക്ഷിച്ചു. ദൈവമേ, മരണത്തിൻ്റെ ഏറ്റവും ഭയാനകമായ വലിയ ഭീകരമായ നീരാളിപ്പിടുത്തങ്ങൾ എന്നെ വലയം ചെയ്തു. ഞാനോ ഒന്നും അറിഞ്ഞില്ല. എൻ്റെ ദൈവമേ, ഇത്രയും കാലം നീ എന്നെ നടത്തി. നിനക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എന്നെക്കുറിച്ച് നിനക്കൊരു പ്ലാനുണ്ട്.
ഈ നിസ്സാര മനുഷ്യനെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവമേ നിനക്കൊരു പദ്ധതിയുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ പദ്ധതി എന്നിൽ പൂർത്തീകരിക്കണമേ, നിന്റെ പ്ലാൻ എന്നിൽ നിവർത്തിക്കണമേ, നിന്റെ ഹിതം എന്നിൽ പൂർത്തീകരിക്കണമേ, നിന്റെ തിരുവിഷ്ടം എന്നിൽ പൂർത്തീകരിക്കണമേ. നാഥാ, നിന്റെ തിരുവിഷ്ടത്തിന് ഇണങ്ങുന്നൊരു ആയുധമായി, ഇണങ്ങുന്നൊരു പാത്രമായി എൻ്റെ ആയുധ നിന്റെ കരങ്ങളിൽ വെച്ച് തന്നിരിക്കുന്നു. ഞാൻ എക്കാലത്തും നിന്റെ അടിമയായിരിക്കും, എക്കാലത്തും ഞാൻ നിന്റെ വകയായിരിക്കും. എനിക്കിനി സ്വന്തമായ ഭാവിയില്ല, സ്വന്തമായ താല്പര്യമില്ല. എന്നെയും എനിക്കുള്ളതിനെയും എല്ലാം ഞാൻ യേശുവിൻ്റെ പാദത്തിങ്കൽ ഇതാ അർപ്പണം ചെയ്യുന്നു. എന്നെ നീ കൈക്കൊള്ളണമേ, എന്നെ നീ സ്വീകരിക്കണമേ. മോശയെ ഉയർത്തി വളർത്തിയ ദൈവമേ, എന്നെയും നിന്റെ കരങ്ങളിൽ എടുക്കണമേ. നിന്റെ ദാസനാക്കി എന്നെ തീർക്കണമേ, നിന്റെ ദാസിയാക്കി എന്നെ തീർക്കണമേ. നിന്റെ ഹിതം നിവർത്തിപ്പാൻ എന്നെ ഉപയോഗിക്കണമേ. എന്നിൽ നിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമേ. പ്രാർത്ഥിപ്പീൻ. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അൻപുള്ള രക്ഷിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നീലനദിയിലെ പെരുവെള്ളത്തിൽ നിന്ന് മോശയെ വലിച്ചെടുത്ത് വലിയവനാക്കി ഉന്നതനാക്കി ഏറ്റവും ശ്രേഷ്ഠമായ പദവികളിലേക്ക് നയിച്ച നിത്യനായ ദൈവമേ, ഞങ്ങളിൽ നീ ആശ വെച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഭയപ്പാടിൽ നിന്ന് മോചിപ്പിക്കണമേ, മാനുഷ്യ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ, ജീവിതത്തിലെ യാതനകളിൽ നിന്ന് മോചിപ്പിക്കണമേ, പ്രശ്ന സങ്കീർണമായ ജീവിതത്തിൻ്റെ ദുരിതപൂരിതമായ അനുഭവങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞങ്ങളുടെ മേൽ നിന്റെ കൃപ പകരണമേ, നിന്റെ വെളിച്ചം ഞങ്ങൾ ഉദിക്കണമേ, നീതിസൂര്യൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കണമേ. അവിടുത്തെ ദിവ്യപ്രകാശം ഞങ്ങൾ കതിരിടണമേ, ഞങ്ങളെ ശോഭിപ്പിക്കണമേ. അന്ധകാര ശക്തിയെ ഞങ്ങളിൽ നിന്ന് മാറ്റണമേ, പാപത്തിൻ്റെ എല്ലാ സ്വാധീനത്തെയും ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. തിരുരക്തം ഞങ്ങളിൽ തളിക്കണമേ. ഞങ്ങളിൽ നിന്റെ നാമം മഹത്വീകരിക്കപ്പെടണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.